നാടെങ്ങും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലാണ്. അതായത് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നോമിനേഷൻ നൽകി മുന്നേ തന്നെ പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഈ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചുമരെഴുത്തുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ കൂടി വരികയാണ്. എന്നാൽ മുന്നത്തെ പോലെയല്ല ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ ഈ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ കർശന നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിനടുത്തുള്ള സിനായി പ്രിന്റേഴ്സിലേക്കാണ്. അവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ എവിടെ വരെയായിരുന്നു നോക്കാം. ഇലക്ഷൻ ബാനറുകൾ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകൃതി സൗഹൃദ മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമേ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സീനിയർ പ്രിന്റേഴ്സ് മെയിനായിട്ട് ചെയ്യുന്നത് ഇലക്ഷൻ വർക്കുകൾ ചെയ്യുന്ന മൊത്തം പ്രകൃതി സൗഹൃദമായ മെറ്റീരിയൽ മാത്രമാണ്, പോളിമർ അത് ഉപയോഗിച്ച് മാത്രമേ പ്രിന്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അത് പേടി കൂടാതെ അവരുടെ സ്ഥലങ്ങളിൽ വെക്കാനും അതുപോലെ അവർക്ക് ഫൈൻ ഇല്ല എന്ന് അവർക്ക് ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ അഭ്യർത്ഥനകൾ, ചിഹ്നങ്ങൾ, ഇങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇപ്പോൾ സ്ക്വാഡ് വന്ന് ചെക്ക് ചെയ്തു, അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. കാരണം നമ്മുടെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളും കണ്ട് അവരുടെ ഹാപ്പിയായി അവരിപ്പം തിരിച്ചുപോയി. 2018 ഒരു ചെറിയ സ്ഥാപനം എന്ന രീതിയിൽ ഞാൻ തുടങ്ങിയതാണ് സീനായി പ്രിൻറ്റേഴ്സ്. അത് നമ്മുടെ കാക്കഞ്ചാലിൽ നിന്ന് വഴിക്ക് JC ഡോക്ടർ സൈഡിലായിരുന്നു നമ്മൾ ചെറിയൊരു ഒരു ഓഫ്സെറ്റ് മെഷീനായിട്ട് തുടങ്ങിയതാണ്. 2025 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ്, UV, ബാനർ പ്രിൻറ്റിങ് ഇതിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ. പ്രിൻറ്റിങ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീ പോലെയാണ്, സമുദ്രം പോലെയാണ്. അതിനകത്ത് ഒത്തിരി വെറൈറ്റികളുണ്ട്. കാരണം അതിൽ മൊത്തത്തിൽ എത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്കുകൾ, അതായത് സ്ക്രീൻ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ്, ഡിജിറ്റൽ പ്രിൻറ്റിങ്, കവർ പ്രിൻറ്റിങ്, അതുപോലെ ബാനർ പ്രിൻറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെ ചെറുപുഴ നാട്ടുകാരെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഇനിയും അത് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ ഈ ഇലക്ഷനാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, അതായത് ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള പ്രിൻറ്റിങ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും കടന്നു വരാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ നമുക്ക് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം.